ഹായ് ഓൾ. സോ ഈ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പോർഷൻസാണ്. ഓക്കെ, സോ നമ്മൾ പ്രോബ്ലം സോൾവിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് നോക്കിക്കൊണ്ടിരുന്നത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡും ഹ്യൂറിസ്റ്റിക് മെത്തേഡും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മീൻസ് ആൻഡ് അനാലിസിസ്. ഓക്കെ, സോ മീൻസ് ആൻഡ് അനാലിസിസ് ഈസ് എ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് where you break down the problem into series of steps to reach a desired outcome. So means and analysis എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്ത് ഓരോ കുഞ്ഞു 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 പ്രോബ്ലംസ് ആക്കും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഡിസൈഡ് ഔട്ട്കം കൊണ്ടുവരും. ഓക്കെ, സോ മീൻ ആൻഡ് അനാലിസിസ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് ദ കറണ്ട് സ്റ്റേറ്റ്. നമ്മൾ ഇപ്പോൾ എന്താണ്, എവിടെയാണ് നിൽക്കുന്നത്, ആൻഡ് എ ഗോൾ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് സീരീസ് ഓഫ് പ്രോബ്ലംസ് ആക്കി ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം എടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്, സൊല്യൂഷൻ്റെ എവിടെ എത്തി, ഇനി സൊല്യൂഷനിലേക്ക് എത്താൻ എത്ര ദൂരം ഉണ്ട്, ഇനി എന്തുമാത്രം ചെയ്യാനുണ്ട് എന്നൊരു ഗോളും കൂടി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീൻ ആൻഡ് അനാലിസിസ് നടത്തുന്നത്. ദ കീ ഐഡിയ ഈസ് ടു റെഡ്യൂസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ these two states by applying specific actions or steps that bring you closer to the goal. So mean and analysis key idea എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ടു റെഡ്യൂസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്. രണ്ട് സ്റ്റേറ്റ് നമ്മൾ ഡിഫറൻസ് കുറയ്ക്കുക, മാക്സിമം കുറയ്ക്കുക. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്റ്റേറ്റും നമ്മുടെ ഗോൾ എന്ന് പറയുന്ന സ്റ്റേറ്റും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കുറയ്ക്കുക, നമ്മളെ ഗോളിലേക്ക് എത്തിക്കുക. ഇതാണ് നമ്മുടെ മീൻ ആൻഡ് അനാലിസിസ് സ്റ്റെപ്പിൻ്റെ അകത്ത് ഒരു സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ മീൻ ആൻഡ് അനാലിസിസ്. മീൻ ആൻഡ് അനാലിസിസിലെ സ്റ്റെപ്പ് ഫസ്റ്റ് വൺ എപ്പോഴത്തേം പോലെ തന്നെ ഐഡൻറ്റിഫൈ ദ ഗോൾ. സോ ക്ലിയർലി ഡിഫൈൻ വാട്ട് യു വോണ്ട് ടു അച്ചീവ്. ദിസ് ഈസ് ദ എൻ സ്റ്റേറ്റ് യു ആർ എയിമിങ് ഫോർ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫിഷ് കറി ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ എൻ ഗോൾ എന്ന് വിചാരിച്ചു. സോ ആദ്യം എന്ത് ചെയ്യുക, ആ എൻ ഗോൾ നമ്മൾ എന്താണെന്നുള്ളത് ഫിക്സ് ചെയ്യാം. എന്നിട്ട് കറണ്ട് സ്റ്റേറ്റ് നോക്കുക. ഇപ്പം നമ്മൾ എവിടെ നിൽക്കുകയാണ്, ഫിഷിനെ കട്ട് ചെയ്യാനുണ്ടോ, ഇപ്പം എന്തൊക്കെ റെഡിയാണ്, എല്ലാ പൊടികളെല്ലാം ഓക്കെയാണോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ എവിടെയാണ് എന്നുള്ളത് കറണ്ട് സ്റ്റേറ്റ് ആക്സസ് ചെയ്യുക. സോ അണ്ടർസ്റ്റാൻഡ് യുവർ കറണ്ട് പൊസിഷൻ ഓർ കണ്ടീഷൻ റിലേറ്റീവ് ടു ദ ഗോൾ. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇപ്പോൾ നമ്മൾ കയ്യിൽ നിൽക്കുമ്പോൾ കടയിൽ പോയി മീൻ മേടിച്ചിട്ടുണ്ടോ, അതിനി കടയിൽ പോയി മീനും മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നുള്ളത് അനലൈസ് ചെയ്യുക. ഐഡൻറ്റിഫൈ ദ ഗ്യാപ്പ് ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ വേർ യു ആർ ആൻഡ് വേർ യു വാണ്ട് ടു ബി. അപ്പോൾ ഇപ്പം എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നും ഇനി എന്തൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളത് ഒരു ഐഡൻറ്റിഫിക്കേഷൻ നടത്തുക. ഐഡൻറ്റിഫൈ ദ ഡിഫറൻസസ്, ഡിറ്റർമിൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ കറണ്ട് സ്റ്റേറ്റ് ആൻഡ് ദ ഗോൾ സ്റ്റേറ്റ്. അപ്പോൾ ഗോൾ സ്റ്റേറ്റും കറണ്ട് സ്റ്റേറ്റും തമ്മിൽ ഇനി എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്, എന്തൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദീസ് ഡിഫറൻസസ് ഹൈലൈറ്റ് വാട്ട് നീഡ്സ് ടു ബി ചേഞ്ച്ഡ് ഓർ അച്ചീവ്ഡ് ടു റീച്ച് ദ ഗോൾ. അപ്പോൾ നമ്മുടെ ഗോള് എത്താൻ വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും കൂടി ഹൈലൈറ്റ് ചെയ്യുക. Select and apply an action. So choose an action or steps that will reduce the difference between the current state and goal state. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കുക, അപ്പോൾ കറണ്ട് സ്റ്റേറ്റും ഗോൾ സ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇനി വെന്താൽ മതി എന്നുള്ള സ്റ്റേറ്റിൽ അടുപ്പിൽ വെച്ചു, പാത്രത്തിൽ വെച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, ഇനി അത് വെന്താൽ മതി. സോ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഗ്യാസിൽ 15 മിനിറ്റ്സ് വരെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വേവാനുള്ള ടൈം എടുക്കും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഗോളിലേക്ക് എത്തും. സോ നമ്മൾ ഒരു ആക്ഷനിൽ നിന്ന്, ഒരു സ്റ്റെപ്പിൽ നിന്ന് വേറൊരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ആക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഗോളിൻ്റെ അടുത്തേക്ക് എത്തണം. ഇവാലുവേറ്റ് ആൻഡ് റിപ്പീറ്റ്. സോ ആഫ്റ്റർ അപ്ലൈയിങ് ദ ആക്ഷൻ, ഓരോ പ്രാവശ്യം എന്തെങ്കിലും ആക്ഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് സ്റ്റേറ്റ് എന്താണെന്ന് റീആക്സസ് ചെയ്യുക. ഇഫ് ദ ഗോൾ ഹാസ് ഇൻ മീൻ ഫുള്ളി അച്ചീവ്, നമ്മുടെ ഗോളിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് പ്രോസസ് ബൈ ഐഡൻറ്റിഫൈങ് ദ നെക്സ്റ്റ് ഡിഫറൻസ് ആൻഡ് അപ്ലൈയിങ് another action until the goal is reached. Okay, so example നോക്കാം. Imagine you want to travel from your home to a friend's house across town. അപ്പോൾ ഒത്തിരി ദൂരത്തുള്ളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഇനി തിരിച്ച് ട്രാവൽ ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് വരണം. അതാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. സോ ഗോൾ എന്ന് പറയുമ്പോൾ അറൈവ് അറ്റ് യുവർ ഫ്രണ്ട്സ് ഹൗസ്. സോറി, എൻ്റെ വീട്ടിൽ നിന്ന് ഫ്രണ്ട്സിൻ്റെ ഹൗസിലേക്ക് പോവാണേ. അപ്പോൾ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തുക. അപ്പോൾ കറണ്ട് സ്റ്റേറ്റ് എന്താണ്, ഞാൻ എൻ്റെ വീട്ടിലാണ്. സോ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഡിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ ലെറ്റ് ടേക്ക് ഒരു 25 കിലോമീറ്റേഴ്സിന് എടുക്കാം. ഓക്കെ, സോ ആക്ഷൻ, യു ഡിസൈഡ് ടു ഡ്രൈവ് യുവർ കാർ. നമ്മൾ കാർ എടുത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്ഥലം എത്തിക്കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, മാപ്പിൽ ചെക്ക് ചെയ്യും, ഇനി എത്ര ദൂരമുണ്ട് അല്ലേ. സോ വി വിൽ ഇവാലുവേറ്റ് ആൻഡ് റിപ്പീറ്റ്. ഇഫ് ദർ ഇസ് ട്രാഫിക് ഓൺ വൺ റോഡ്, യു മൈറ്റ് ചൂസ് എ ഡിഫറെൻറ്റ് റോഡ് ടു കണ്ടിന്യൂ ഗെറ്റിംഗ് ക്ലോസർ ടു യുവർ ഗോൾ. ഓക്കെ, now why it's effective.
ഫോക്കസസ് ഓൺ റെഡ്യൂസിങ് ദ ഡിഫറൻസസ്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, ഫോക്കസ് എവിടെയാണ്, നമ്മൾ ഡിഫറൻസ് കുറയ്ക്കുക, ഇപ്പോൾ ഉള്ള കറണ്ട് സ്റ്റേറ്റും ഗോൾ സ്റ്റേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കുക, അതിലാണ് ഫോക്കസ്. സോ മീൻ ആൻഡ് അനാലിസിസ് is effective because it systematically reduces the gap between the current state and the goal state, ensuring that each action takes you closer to the end. നമ്മുടെ കുറച്ചുകൂടി ക്ലോസറിലേക്ക് കൊണ്ടുപോകുകയാണെന്നുള്ള രീതിയിലാണ് റെഡ്യൂസിങ് ദ ഡിഫറൻസ്. ഓക്കെ, ആ ഒരു സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് സ്റ്റേറ്റ് എന്ത് ചെയ്യും, ഫോക്കസ് എന്ത് ചെയ്യും, ഡിഫറൻസ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, നൗ dynamic and adaptive, it allows flexibility as you can change your action based on the result of the previous step, adapting to new challenges or obstacle. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു മെത്തേഡ് ആകുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തായാലും ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു എന്ന് വിചാരിച്ചു, ഒരു ഹ്യൂറിസ്റ്റിക് എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനകത്തൊരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ നിർത്തിയിട്ട് പുതിയൊരു അഡാപ്റ്റ് ചെയ്യുക, പുതിയൊരു ഇത് ലേക്ക് വരാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് നമുക്ക് പ്രീവിയസ് സ്റ്റെപ്പ് നോക്കിയിട്ട് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഒരു ആക്ഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. മീൻസ് ആൻഡ് അനാലിസിസ് ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ ഇൻ കോംപ്ലെക്സ് പ്രോബ്ലം സോൾവിംഗ് സിനാരിയോസ് വേർ ദ സൊല്യൂഷൻ ഈസ് immediately obvious as it helps you focus on incremental progress towards a goal. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റാത്ത ഒരു കോംപ്ലെക്സ് പ്രോബ്ലം, അപ്പം എന്ത് ചെയ്യുക, നമുക്ക് കുറച്ചുകൂടി ഇത് മീൻസ് ആൻഡ് അനാലിസിസ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തിട്ട് ഗോളിലെത്തിയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കറക്റ്റ് ഗോളിലേക്ക് എത്താൻ വേണ്ടി ഇറ്റ് ഹെൽപ്സ്. ഓക്കെ, സോ മീൻ ആൻഡ് അനാലിസിസിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. Means and analysis is a problem solving strategies that involves breaking down a problem into smaller manageable parts and addressing each part to reduce the difference between the current state and the goal state. So examples എന്ന് പറഞ്ഞാൽ, for example, planning a vacation. So goal എന്ന് പറഞ്ഞാൽ എന്താ, plan a vacation to a tropical land, ഒരു ട്രോപ്പിക്കൽ ഐലൻഡിലേക്ക് എന്ത് ചെയ്യുക, ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുക, അതാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. സോ മീൻസ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബഡ്ജറ്റ് ഡിറ്റർമിൻ ചെയ്യും, എന്തുമാത്രം പൈസയാണ് calculate how much you can spend on this trip. ഈ ട്രിപ്പ് എത്ര രൂപ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിലെ പൈസ അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, റിസർച്ച് ആൻഡ് സെലക്ട് എ സ്യൂട്ടബിൾ ഐലൻഡ് വിത്തിൻ യുവർ ബഡ്ജറ്റ്. നൗ അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യും. ഓക്കെ, ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യും. ആൻഡ് ദെൻ വി വിൽ ഗോ ഫോർ ബുക്കിംഗ് അക്കോമഡേഷൻ. അവിടെ ചെന്ന് കഴിയുമ്പോൾ അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്യും. അത് കഴിഞ്ഞ് പ്ലാൻ ആക്ടിവിറ്റീസ് ചെയ്യും. ഓക്കെ, ഡിസൈഡ് ഓൺ ആക്ടിവിറ്റീസ് ആൻഡ് അവിടെ ചെന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ഡിസൈഡ് ചെയ്യും. ഓക്കെ, സോ എന്താണ് ഒരു ഇൻക്രിമെൻ്റൽ സ്റ്റേറ്റിലെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയത്, ഒരു വെക്കേഷൻ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇറ്റ്സ് എ മീൻസ് ആൻഡ് അനാലിസിസ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു വീട് വെക്കുക, ബിൽഡ് എ ന്യൂ ഹൗസ്, അതാണ് എൻ്റെ ഗോള്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ക്രിയേറ്റ് ആർക്കിടെക്ചറൽ പ്ലാൻ ഉണ്ടാക്കുക, ഡിസൈൻ ലേഔട്ട് ഉണ്ടാക്കുക, അതാണ് ആദ്യത്തെ പ്ലാൻ. അത് കഴിയുമ്പോൾ ഗെറ്റ് നെസസറി ബിൽഡിംഗ് പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽസും പെർമിറ്റ്സ് ഒക്കെ എടുക്കുക. അതുപോലെ ക്ലിയർ ആൻഡ് പ്രിപ്പയർ ദ കൺസ്ട്രക്ഷൻ സൈറ്റ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട് ഉണ്ടാക്കുക എന്നുള്ള അതിലേക്ക് അടുത്തടുത്ത് വരിക. ഓക്കെ, ദെൻ ലേ ദ ഫൗണ്ടേഷൻ ആൻഡ് ബിൽഡ് ദ സ്ട്രക്ചറൽ framework and construct interiors, complete the interior work including plumbing, electrical and finishing touches. Okay, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വീട് കിട്ടും. So in each of these examples, means and analysis involves break down the overarching goal into smaller actionable steps. അപ്പം നമുക്ക് വീട് വെക്കുക എന്നുള്ളത് എന്താണ്, നമുക്കൊരു വലിയൊരു പ്രോബ്ലമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി സമയം എടുക്കുന്ന ഒരു കാര്യം, ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതെന്ത് ചെയ്യുക, അതിനെ എന്ത് ചെയ്തു, ആ വീട് വെക്കുക, വീട് കിട്ടുക എന്നുള്ള ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ കുഞ്ഞു പ്രോബ്ലം ആക്കി. ആദ്യം പ്ലാൻ ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് പെർമിറ്റ്സ് കിട്ടി, ഇതെല്ലാം ഓരോ പ്ലാൻ ആക്കി, ആക്ഷനബിൾ സ്റ്റെപ്പ് ആക്കി മാറ്റി. ബൈ ഫോക്കസ് എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ ഇന്റർമീഡിയറ്റ് ഗോൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ പ്ലാൻ ഉണ്ടാക്കും. അത് കഴിയുമ്പോൾ സെക്കൻഡ് ചെയ്യുന്നത് പെർമിറ്റ് ഉണ്ടാക്കും, പെർമിറ്റിൻ്റെ അപ്രൂവൽസ് ഒക്കെ മേടിക്കും. അത് കഴിഞ്ഞിട്ട് സൈറ്റിൽ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ ഒബ്ജക്റ്റീവിലേക്ക് എത്തും. ദിസ് അപ്രോച്ച് ഹെൽപ്സ് മാനേജ് complex task and ensures that each part of the process contributes to the overall goal. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്തതായ ഒരു സ്റ്റെപ്പ് നമ്മൾ അനാവശ്യമായിട്ട് ചെയ്യത്തില്ല. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതി മീൻസ് അനാലിസിസ് മെത്തേഡ് വഴി നമ്മൾ മീൻസ് ആൻഡ് അനാലിസിസ് വെച്ചിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് എഴുതി നമ്മൾ ഫൈനൽ ഓവറോൾ ഗോളിലേക്ക് എത്തുമ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മൾ അനാവശ്യമായിട്ട് ചെയ്യത്തില്ല. ഓക്കെ,
നൗ ലാസ്റ്റ് മെത്തേഡാണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. സോ ബാക്ക് ട്രാക്കിംഗ് എന്താണ്, ഒരു പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജിയാണ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് എക്സ്പ്ലോറിംഗ് പോസിബിൾ സൊല്യൂഷൻ ടു എ പ്രോബ്ലം ബൈ ബിൽഡിംഗ് ദം ഇൻക്രിമെന്റലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇൻക്രിമെന്റ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബിൽഡ് ചെയ്യുന്നതിനെയാണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇഫ് യു റീച്ച് എ പോയിന്റ് വെർ ദ കറണ്ട് പാത്ത് ഡസൻ ലീഡ്സ് ടു എ സൊല്യൂഷൻ, യു ബാക്ക് ട്രാക്ക്, ഗോ ബാക്ക് ടു ദ പ്രീവിയസ് സ്റ്റെപ്പ് ആൻഡ് ട്രൈ എ ഡിഫറെന്റ് പാത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് എക്സാക്ട് വഴിയില്ല, രണ്ട് ജംഗ്ഷനിൽ വന്ന് നിൽക്കുക. ഓക്കെ, ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക. അപ്പം രണ്ട് വഴികൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പം രണ്ട് വഴികളുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു വഴിയിലേക്ക് കൂടെ നമ്മൾ എന്ത് ചെയ്യും, റിസ്ക് എടുത്ത് പോകും. മേ ബി അത് കറക്റ്റ് ആവാം, തെറ്റാവാം. തെറ്റാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തിരിച്ച് ബാക്കിലേക്ക് വന്നിട്ട് മറ്റേ വഴി പോവുക. ദാറ്റ് ഈസ്, നമുക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ വി വിൽ ബാക്ക് ട്രാക്ക്. Okay, it is particularly useful for solving problems with the multiple possible solution. Multiple solutions ഒക്കെ ഉള്ള കേസസിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ബാക്ക് ട്രാക്കിംഗ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നൗ വാട്ട് ഈസ് ദ ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ്? ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. സോ ഡെഫിനിഷൻ ഇസ്, ബാക്ക് ട്രാക്കിംഗ് ഈസ് എ മെത്തേഡ് വേർ യു ട്രൈ ടു സോൾവ് എ പ്രോബ്ലം ബൈ എക്സ്പ്ലോറിംഗ് ഓൾ പോസിബിൾ ഓപ്ഷൻസ്. എല്ലാ പോസിബിൾ ഓപ്ഷൻസും നോക്കി പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെയാണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. If you find that a certain option doesn't lead to a valid solution, you undo that choice and try the next option. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ എടുത്തിട്ട് പ്രോബ്ലം സോൾവിങ് വേണ്ടിയിട്ട് ഒരു വാലിഡ് സൊല്യൂഷൻ എടുത്തിട്ട് അതുവഴി ഒന്ന് പോയി നോക്കി, പക്ഷെ അതെന്തായി, തെറ്റായിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാക്ക് ട്രാക്ക് ചെയ്ത് തിരിച്ചു വന്നിട്ട് അടുത്ത ഓപ്ഷൻ എടുക്കും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഒക്കെ ഉള്ള കേസസിൽ നമുക്ക് ബാക്ക് ട്രാക്കിംഗ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. Now purpose. The goal is to find the correct solution by systematically exploring all possibilities. എല്ലാ പോസിബിലിറ്റീസും നോക്കി വേണ്ടാത്തതായ അല്ലെ കൊള്ളില്ലാത്തതായ എല്ലാത്തിനെയും ഡിസ്കാർഡ് ചെയ്ത് ഫൈനലി സൊല്യൂഷനിലേക്ക് എത്തുക. അങ്ങനെയുള്ള ഗോളിനാണ് നമ്മൾ ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ് യൂസ് ചെയ്യുക. So steps എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇസ് ടു ഐഡന്റിഫൈ ദ പ്രോബ്ലംസ് ആൻഡ് കൺസ്ട്രൈൻസ്. ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം ആൻഡ് എനി കൺസ്ട്രൈൻസ് ദാറ്റ് നീഡ്സ് ടു ബി ഫോളോഡ്. എന്തെങ്കിലും പ്രോബ്ലം എന്താണെന്ന് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും റൂൾസ് ആൻഡ് ലിമിറ്റേഷൻസ് ഈ പ്രോബ്ലത്തിന് ഉണ്ടെങ്കിൽ അതെല്ലാം ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നൗ സ്റ്റാർട്ട് വിത്ത് ആൻ ഇനിഷ്യൽ ഡെസിഷൻ. ഒരു ഇനിഷ്യൽ ഡിസിഷൻ എടുത്ത് വേണം സ്റ്റാർട്ട് ചെയ്യുക. ബിഗിൻ ബൈ മേക്കിംഗ് ആൻ ഇനിഷ്യൽ ചോയ്സ്. ഒരു ഫസ്റ്റ് ചോയ്സ് നമ്മൾ എടുക്കണം, എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സൊല്യൂഷൻ എടുക്കുക. Now explore further. Move forward by making the next decision on or taking the next step. അപ്പോൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാറുണ്ടെങ്കിൽ ഡിസിഷൻ എടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് ഇൻക്രിമെൻ്റലി മുന്നോട്ട് പോവുക. ഓരോ പ്രാവശ്യം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം, ചെക്ക് ഫോർ വാലിഡിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേനും നമ്മളിപ്പോൾ കറക്റ്റ് പാത്തിലാണോ, അത് നമ്മൾ തിരിച്ച് മാറ്റി ചിന്തിക്കണോ, ഇൻവാലിഡ് ആണോ, ബാക്ക് ട്രാക്ക് ചെയ്യണോ എന്നുള്ളത് ചിന്തിക്കുക. ഈ ബാക്ക് ട്രാക്ക് ചെയ്യണം എന്ന് തോന്നുക എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ പോയിന്റിൽ നിന്ന് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിലേക്ക് പോവുക. അൺഡു ദാറ്റ് സ്റ്റെപ്പ്. നമ്മളിപ്പോൾ കറക്റ്റ്ലി നിൽക്കുന്ന എന്താണോ ലാസ്റ്റ് ചെയ്ത ആ സ്റ്റെപ്പിനെ റിമൂവ് ചെയ്ത് ആ സ്റ്റെപ്പിന് മുന്നേ വരെയുള്ള സ്റ്റേജിലേക്ക് പോവുക. എന്നിട്ട് വേറൊരു ഓപ്ഷൻ എടുത്ത് നോക്കുക. എന്നിട്ട് അത് ഓക്കെ ആണോ എന്ന് നോക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ പാത്തൊക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മളൊരു വാലിഡ് പാത്തിലേക്ക് വരിക. Now continue until solution is found. നമുക്ക് വേണ്ട സൊല്യൂഷൻ കിട്ടുന്നത് വരെ എന്ത് ചെയ്യുക, ഈ പ്രോസസ്സ് എക്സ്പ്ലോർ ചെയ്യുക, ബാക്ക് ട്രാക്ക് ചെയ്യുക, സൊല്യൂഷൻ എത്തുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, യു ആർ ട്രൈങ് ടു സോൾവ് എ മെയ്സ്. നമ്മൾ പറഞ്ഞായിരുന്നു, മറ്റേ വഴി കണ്ടുപിടിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, പസിലുണ്ടല്ലോ, കുഞ്ഞിലെ മാഗസിൻസിലൊക്കെ ചെയ്യുന്നത്, അതിനെ മെയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സ്ഥലത്ത് ഇനിഷ്യൽ ഡിസിഷൻ എടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഡയറക്ഷനിലേക്ക് പോവുക. ഫോർ എക്സാമ്പിൾ റൈറ്റിലേക്ക് പോവുക, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് പോവുക. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻ എടുത്ത് പോവുക. എന്നിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡെഡ് എൻഡ് വരുവാന്നുണ്ടാവും. അയ്യോ മനസ്സിലായി, തെറ്റായത് ഞാൻ പോയത് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തിരിച്ച് ബാക്കിലേക്ക് വരിക, ബാക്ക് ട്രാക്ക് ചെയ്യുക. കണ്ടിന്യൂ. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഫൈനൽ പൊസിഷൻ കറക്റ്റ് പാത്ത് എത്തുന്നത് വരെ എന്ത് ചെയ്യുക, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, why it's effective. എന്തുകൊണ്ടാണ് ബാക്ക് ട്രാക്കിംഗ് ഈസ് എഫക്റ്റീവ്? സിസ്റ്റമാറ്റിക് എക്സ്പ്ലോറേഷൻ. ബാക്ക് ട്രാക്കിംഗ് എൻഷുവേഴ്സ് ദാറ്റ് യു സിസ്റ്റമാറ്റിക്കലി എക്സ്പ്ലോർ ഓൾ പോസിബിൾ ഓപ്ഷൻസ് സോ യു ഡോണ്ട് മിസ് എനി പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ്. സിസ്റ്റമാറ്റിക് എക്സ്പ്ലോറേഷൻ എന്ന് പറയുമ്പോൾ നന്നായിട്ട് ബാക്ക് ട്രാക്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. സിസ്റ്റമാറ്റിക്കലി എക്സ്പ്ലോറേഷൻ നടക്കുന്നുണ്ട്. എല്ലാ ഓപ്ഷൻസും ഒന്നുപോലും മിസ്സാക്കാണ്ട് എല്ലാ സൊല്യൂഷൻസും നോക്കിയാണ് സിസ്റ്റമാറ്റിക് എക്സ്പ്ലോറേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ്സ് ജസ്റ്റ് ഫ്ലെക്സിബിൾ. ഇറ്റ് അലോസ് യു ടു ചേഞ്ച് കോഴ്സ് ആസ് സൂൺ ആസ് യു റിയലൈസ് എ പാത്ത് ഈസ് ഇൻ വർക്കിംഗ്. നമുക്ക് എന്തെങ്കിലും ഒരു പാത്ത് ശരിയല്ലാന്ന് തോന്നിയാൽ അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആണ്.
Now, applicability to combinatorial problems. It's especially useful in problems involving permutations, combinations, or other scenarios where there are many possible arrangements to consider. നമുക്കറിയാം പെർമ്യൂട്ടേഷനും സെലക്ഷനും ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താ അറേഞ്ച്മെന്റ്സ് അല്ലെ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റും കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷനുമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എന്തെങ്കിലും ഒരു സാധനം അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയി അറേഞ്ച് ചെയ്ത് മുന്നോട്ട് പോയി, പക്ഷെ പകുതി എത്തിയപ്പോഴാണ് അറേഞ്ച്മെന്റ് എന്താ ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനെ മാറ്റി ചിന്തിക്കാൻ വേണ്ടി പറ്റും. സോ അങ്ങനത്തെ പ്രോബ്ലത്തിലൊക്കെ കോമ്പിനേഷൻ പെർമ്യൂട്ടേഷൻ പ്രോബ്ലമിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. Now, when to use backtracking problem? So, puzzles and games. In puzzles like Sudoku, NQs or crosswords. അപ്പോൾ സുഡോക്കോ ഗെയിം നമ്മൾ കളിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ക്രോസ്വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഹിൻസ് തരും, ലെഫ്റ്റ് അക്രോസ് റൈറ്റിലൊക്കെയുള്ള വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡൊക്കെയുള്ള വേർഡ്സ് ഫില്ല് ചെയ്യുന്ന, ഓരോ വേർഡ്സ് കണ്ടുപിടിച്ച് ഓരോ ബോക്സ് ഫില്ല് ചെയ്യുന്നത്, ഓക്കെ, ഗ്രിഡ് ഒക്കെ ഉള്ളത് അതിനെ നമ്മൾ പറയാം. സോ അതുപോലുള്ള എൻക്യൂൻസ് പ്രോബ്ലം എന്ന് പറയുന്നത് അതുപോലെ ഒരു പ്രോബ്ലം ആണ്, ഒരു ഗെയിമാണ്. സോ ഇതുപോലുള്ള പസിൽസ് ഗെയിംസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് എന്ത് തന്നെയാണ്, ബാക്ക് ട്രാക്കിംഗ് മെത്തേഡാണ്. കാരണം ഇപ്പോൾ ഒരു പൊസിഷനിലുള്ള ഒരു കാര്യം എടുത്തു കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചുപോയി വെട്ടിക്കളഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ബാക്കിലോട്ട് അൺഡു ചെയ്യാൻ വേണ്ടി പറ്റും. Search problems. When searching for a specific arrangement or combination or sequence that meets all criteria. അങ്ങനെ നമുക്ക് സെർച്ചിങ് പ്രോബ്ലം, എന്തെങ്കിലും സെർച്ചിങ് പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മളൊരു ഇതിലെടുത്ത് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയി സെർച്ച് ചെയ്യാൻ വേണ്ടി പോയി, പക്ഷെ അവിടെ എന്തായി, ഫെയിൽ ആയി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്ത് വരാൻ വേണ്ടി പറ്റും. സോ ആ കേസിലൊക്കെ നമുക്ക് എന്താണ് ബാക്ക് ട്രാക്കിംഗ് പ്രോബ്ലം ആണ് നല്ലത്. നെക്സ്റ്റ്, ഡിസിഷൻ മേക്കിംഗ് ഇൻ where each decision builds on the previous one and you need to ensure that each step is valid before proceeding. അപ്പോൾ ഒത്തിരി ഡിസിഷൻസ് ഒക്കെ എടുക്കാനുള്ള പ്രോബ്ലത്തിൽ നമുക്കത് ബാക്ക് ട്രാക്കിംഗ് നല്ലതാണ്. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഡിസിഷൻ എടുത്തത് ഫെയിൽ ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വേറെ ഓപ്ഷനെ പറ്റി ചിന്തിക്കാൻ വേണ്ടി പറ്റും. സോ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസിൽ നമുക്ക് എന്താണ് ബാക്ക് ട്രാക്കിംഗ് നല്ലതാണ്. വേർ നോട്ട് ടു യൂസ് ബാക്ക് ട്രാക്കിംഗ്. ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്യേണ്ടാത്ത കേസ് എന്താ, സിമ്പിൾ പ്രോബ്ലംസ്. ഇഫ് ദ പ്രോബ്ലം ഹാസ് സ്ട്രേറ്റ് ഫോർവേഡ് സൊല്യൂഷൻ, നമുക്കൊരു കറക്റ്റ് സൊല്യൂഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ പാർട്സ് ഒന്നും ഇല്ല, ഒരു സിമ്പിൾ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബാക്ക് ട്രാക്കിംഗ് എന്ത് ചെയ്യും, അതിനെ മേ ബി ചിലപ്പോൾ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ചാൻസ് ഉണ്ട്. സോ സിമ്പിൾ പ്രോബ്ലം ആണ്, നമുക്കൊരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പോയാൽ തന്നെ നമുക്ക് സൊല്യൂഷൻ കിട്ടും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്യാൻ നിൽക്കേണ്ട. കാരണം അൺനെസസറി ആയിട്ടുള്ള ഓവർ കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടൈം സെൻസിറ്റീവ് സിറ്റുവേഷൻ, നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ സൊല്യൂഷൻ ചെയ്യണം എന്നുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ബാക്ക് ട്രാക്കിംഗ് ഓപ്റ്റ് ചെയ്യരുത്. കാരണം ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ വഴി നമ്മൾ ചൂസ് ചെയ്ത് പോകും, അത് ഓക്കെ ആണെങ്കിൽ പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു വരും. സോ ഇറ്റ് മേ ടേക്ക് സം ടൈം. സോ അങ്ങനെ ടൈം സെൻസിറ്റീവ് സിറ്റുവേഷൻസ്, ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ മാത്രമേ ഇതെടുക്കാവുള്ളൂ. ഓക്കെ, അല്ലാതെ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ, ടൈം സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, ഇത് എടുക്കരുത്. ഓക്കെ. Backtracking is a powerful and flexible problem solving strategy ideal for situations where you need to explore multiple solutions and ensure that every step in your solution is correct. It is like being an explorer who carefully navigates through unknown territory, always ready to backtrack and try a new path if the current one doesn't lead to success. ബാക്ക് ട്രാക്കിങ്ങിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ട്രാക്കിംഗ് is a method used to solve problems by exploring exponential solutions and systematically undoing decisions when they lead to invalid or unsatisfactory outcomes. Here are some of the examples of backtracking in various scenarios. Solving a maze. നമ്മൾ maze എന്നാണ് already പറഞ്ഞായിരുന്നു. So imagine that you are trying to navigate a maze. You start the entrance. നമ്മൾ എൻട്രൻസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഒരു പാത്ത് ചൂസ് ചെയ്ത് അങ്ങ് പോവും. ഇഫ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡെഡ് എൻഡിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അല്ലെ കറണ്ട് പാത്തിൽ കറക്റ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി കൂടെ ചൂസ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് ട്രാക്ക് ചെയ്ത് നെക്സ്റ്റ് എന്ത് ചെയ്യുക, ലാസ്റ്റ് ജംഗ്ഷൻ വരെ ട്രൈ ചെയ്യുക. ഓക്കെ, എക്സിറ്റ് ആവുന്നത് വരെ സ്റ്റെപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ്, എൻക്യൂൻസ് പ്രോബ്ലം. എൻക്യൂൻസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് പ്ലേസിങ് എൻ ക്യൂൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 ക്യൂൻസ് ആണെന്ന് വിചാരിക്കുക. 10 ക്യൂൻസ് ആണ് n ക്രോസ് n ചെസ് ബോർഡ്. ഒരു ചെസ് ബോർഡ് 10 ക്രോസ് 10 ചെസ് ബോർഡ്സ് ഉണ്ട്. 10 ക്രോസ് 10 എന്ന് പറയുമ്പോൾ 100 ബോക്സസ് ഉള്ള ഗ്രിഡ്സ് ഉള്ള ഒരു ചെസ് ബോർഡ് ഉണ്ട്. അതിനകത്ത് നമുക്ക് 10 ക്യൂൻസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യരുത്, 2 ക്യൂൻസിനെ അടുത്തടുത്ത് ഒരിക്കലും വെക്കരുത് എന്നുള്ളൊരു ഗെയിമാണ് എൻ ക്യൂൻസ് പ്രോബ്ലം. യു പ്ലേസ് എ ക്യൂ ഇൻ എ ക്യൂ
queen in a row, and if you find that placing more queens leads to a conflict. അതുപോലെ തന്നെ ഒരു റോയിൽ ഒരു ക്യൂനെ വരാൻ പാടുള്ളൂ, ഒരു കോളത്തിലും ഒരു ക്യൂനെ വരാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് കോൺഫ്ലിക്റ്റ് വരുവാണെങ്കിൽ ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് ലാസ്റ്റ് പ്ലേസിൽ വെച്ച ക്യൂനെ എടുത്ത് മാറ്റിയിട്ട് വേറൊരു ന്യൂ പൊസിഷൻ വെച്ച് കൊടുക്കാം. അങ്ങനെയാണ് എൻ ക്യൂൻസ് പ്രോബ്ലം വർക്ക് ചെയ്യുന്നത്. സുഡോക്കോ നമുക്കറിയാം, നമ്പർ ഫില്ല് ചെയ്യുന്ന പസിൽ. യു ഫിൽ ഇൻ ദ നമ്പേഴ്സ് ഇൻ എ ഗ്രിഡ് അക്കോർഡിംഗ് ടു സ്പെസിഫിക് റൂൾ. നമ്മൾ റൂൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്പർ ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ഫില്ല് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് എവിടെയെങ്കിലും നമ്മുടെ റൂൾ ഇതായി എന്ന് വിചാരിച്ചു, അപ്പോൾ ശരിയായില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബാക്കിൽ പോയിട്ട് ആ പൊസിഷനിൽ നിന്ന് പെർട്ടിക്കുലർ നമ്പർ മാറ്റിയിട്ട് വേറെ നമ്പർ ട്രൈ ചെയ്ത് നോക്കും. സോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ബാക്ക് ട്രാക്കിംഗ്. നെക്സ്റ്റ്, ജനറേറ്റിംഗ് പെർമ്യൂട്ടേഷൻ. ടു ജനറേറ്റ് ഓൾ പോസിബിൾ പെർമ്യൂട്ടേഷൻ, ഞാൻ പറഞ്ഞ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ്. നമുക്ക് എല്ലാ പോസിബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു നീഡ് ടു സ്റ്റാർട്ട് ബൈ ഫിക്സിങ് വൺ എലമെന്റ്. ഒരു എലമെന്റിനെ ഫിക്സ് ചെയ്യുക, റിക്കേഴ്സീവ്ലി, എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള എലമെന്റ്സിനെ പെർമ്യൂട്ട് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഇഫ് പെർമ്യൂട്ടേഷൻ നമുക്ക് നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ച് മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്ക് ട്രാക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ എടുത്ത വെച്ചേക്കുന്ന കറണ്ട് പൊസിഷനിൽ വെച്ചേക്കുന്നതിനെ സ്വാപ്പ് ചെയ്തൊക്കെ നോക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് പെർമ്യൂട്ടേഷനിലേക്ക് പോവുക. നെക്സ്റ്റ് വൺ ക്രോസ് വേർഡ് പസിൽസ്. വെൻ നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് വേർഡ് പസിൽസ് എന്ന് പറയുമ്പോൾ എക്രോസ്, ഡൗൺ, ഇതെല്ലാം ഫില്ല് ചെയ്യണം. ഒരു ക്ലൂ കാണും, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. സോ ഇഫ് യു ചൂസ് എൻ വേർഡ് ഡസൻ ഫിറ്റ് വിത്ത് ഇന്റർസെക്റ്റിംഗ് വേർഡ്സ്, യു ബാക്ക് ട്രാക്ക് ബൈ ചേഞ്ചിങ് ദ വേർഡ് ആൻഡ് ട്രൈങ് ഡിഫറെൻറ്റ് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു എക്രോസ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഡൗൺ വെക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായത്, വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബാക്ക് ട്രാക്ക് ചെയ്തതിൽ ഏതാണ് തെറ്റിയതെടുത്ത് മാറ്റിയിട്ട് വെക്കാനുള്ള ഒരു അവസരം തരും. ഓക്കെ. Subset sum problem. Given a set of numbers, you want to find a subset that sums up to a specific value. So you start by including some numbers in the subset and check if they sum to the target value. If not, you backtrack by removing the numbers and try different combinations. So നമുക്ക് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തരും, എന്നിട്ട് നമുക്ക് എന്ത് തരും, ഒരു സമ്മ് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ സമ്മിലേക്ക് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്ക് 10 നമ്പേഴ്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും 5 നമ്പേഴ്സ് എടുത്തിട്ട് സമ്മ് 25 ആക്കുക എന്നുള്ളതാണ് എയിം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഏതെങ്കിലും 5 നമ്പേഴ്സ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കി സമ്മായോ നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബാക്ക് ട്രാക്ക് ചെയ്ത് ഏതെങ്കിലും എടുത്ത് മാറ്റിയിട്ട് അടുത്ത നമ്പർ വെച്ച് നോക്കും. സോ ആ കേസസിൽ നമുക്ക് എന്താണ്, ബാക്ക് ട്രാക്കിംഗ് ആണ് നല്ലത്. അതുപോലെ തന്നെ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ഈ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, എൻക്യൂൻസ് പ്രോബ്ലം, ഇതൊക്കെ കമ്പ്യൂട്ടറിൽ എന്താണ് നമ്മൾ പഠിക്കുന്ന വേറെ വലിയ ക്ലാസ്സുകളിലൊക്കെ ഓരോ സബ്ജക്ട്സിലൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മെൻഷൻ ചെയ്ത് പറഞ്ഞേക്കുന്നത്. അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഇതിലൂടെ മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അന്ന് പഠിക്കുമ്പോൾ കേട്ട് പരിചയം തോന്നും. ഓക്കെ, ഇതിൻ്റെ TSP എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ, ഷോർട്ടസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലമാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. അപ്പോൾ ഇവിടുത്തെ എയിം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഈ സിറ്റിയിൽ പോയിട്ട് ഷോർട്ടസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കണം. അതാണ് എന്നിട്ട് സ്റ്റാർട്ടിങ് സിറ്റിയിലേക്ക് എത്തണം. അതാണ് നമ്മുടെ ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് റൂട്ട്സ് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം അല്ലേ. ഷോർട്ടസ്റ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് റൂട്ട്സ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോവുക, എന്നിട്ട് സ്ഥലം കൂടുതലാണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ബാക്ക് ട്രാക്ക് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോവുക. അങ്ങനെ ഷോർട്ടസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അവിടെ ബാക്ക് ട്രാക്കിംഗ് ഇസ് ബെസ്റ്റ്. കോമ്പിനേഷൻ സം പ്രോബ്ലം. ഗിവൺ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ടാർഗറ്റ് സം, യു വാണ്ട് ടു ഫൈൻഡ് ഓൾ ദി പോസിബിൾ കോമ്പിനേഷൻ ദാറ്റ് ആഡ് അപ്പ് ദ ടാർഗറ്റ്. യു സ്റ്റാർട്ട് ബൈ ഇൻക്ലൂഡിംഗ് എ നമ്പർ ദെൻ റിക്കീസിംഗ്ലി സെയിം. നമ്മുടെ കോമ്പിനേഷൻ സം പ്രോബ്ലം, സബ്സെറ്റ് സം പ്രോബ്ലം ഒക്കെ ഏകദേശം സെയിം പ്രോബ്ലം തന്നെയാണ്. അവിടെയും ബാക്ക് ട്രാക്കിംഗ് തന്നെയാണ് വർക്ക് ചെയ്യുക. Now, word search puzzles. In a word search puzzle, you try to find words in a grid. If you start a path for a word and find that it doesn't match the word, you backtrack by reversing your steps and trying different directions of starting point. But word search problem എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, word puzzles സെർച്ച് ചെയ്യുക, വേർഡിന് സെർച്ച് ചെയ്യുന്ന പസിൽസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് മോർണിംഗ് എന്ന് പറയുന്നൊരു വേർഡ് ഇതിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി വന്നപ്പോൾ എം എന്ന് പറഞ്ഞൊരു വേർഡ് കിട്ടി, ഒരു ലെറ്റർ കണ്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ഡൗണും നോക്കും, ഇത് നോക്കും. ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എം എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് ബാക്കിലേക്ക് പോയി അടുത്ത വേറെ എം നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസിലും എന്താണ് ബാക്ക് ട്രാക്കിംഗ് ഈസ് ബെസ്റ്റ്. അതുപോലെ തന്നെ ക്രിപ്റ്റോഗ്രാഫിക് പസിൽസ് ഫില്ല് ചെയ്യുന്നത്. ഇൻ ക്രിപ്റ്റോഗ്രാഫിക് പസിൽസ് ഓർ സൈഫേഴ്സ് യു മൈറ്റ് ട്രൈ ഡിഫറെൻറ്റ് കീ വാല്യൂസ് ഓർ ഡിസ്ക്രിപ്ഷൻ മെത്തേഡ്സ്. If the decrypted text doesn't make sense, you backtrack by a
trying a different key or method until you find a correct solution. എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോഗ്രാഫിക് പസിൽസ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഡിഫറെൻറ്റ് കീ വാല്യൂസ് കാണും. അപ്പോൾ ഈ കീ വാല്യൂസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് കോമ്പിനേഷൻ കീ ഉണ്ടാക്കുക, നമ്മുടെ നമ്പർ ലോക്ക് ഒക്കെ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ കറക്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 വെച്ചു, ഫസ്റ്റ് പൊസിഷനിൽ 1 വെച്ച് നോക്കി, അത് കറക്റ്റാണെന്ന് വിചാരിച്ചോ. അപ്പോൾ സെക്കൻഡ് പൊസിഷൻ ഞാനൊരു 5 വെച്ച് നോക്കി, 5 തെറ്റിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യുക, അതിനെ എടുത്ത് മാറ്റുക. അടുത്ത 8 ഒന്ന് വെച്ച് നോക്കുക, അപ്പോൾ 8 വല്ലാന്നുണ്ട് എന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് ബാക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പസിൽസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സോൾവിങ് ക്രിപ്റ്റോഗ്രാഫിക് പസിൽസ് എന്ത് തന്നെയാണ്, ബാക്ക് ട്രാക്കിംഗ് ആണ് ബെസ്റ്റ്. സോ ഇൻ ഈച്ച് ഓഫ് ദീസ് മെത്തേഡ്സ് ആ ബാക്ക് ട്രാക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, ആദ്യം എന്ത് ചെയ്യുക, പാത്ത് എക്സ്പ്ലോർ ചെയ്യുക, അതിലൊരു വാലിഡ് സൊല്യൂഷനിലേക്ക് എത്തുമോ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് ലാസ്റ്റ് ഡിസിഷനിലേക്ക് വരിക, ഡിഫറെൻറ്റ് അപ്രോച്ച് ട്രൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക്കലി നമ്മൾ സൊല്യൂഷനിലേക്ക് റീച്ച് ചെയ്യുക. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പ്രോബ്ലം സോൾവിങ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് പഠിക്കാനുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ മീൻസ് ആൻഡ് അനാലിസിസും അതുപോലെ തന്നെ ബാക്ക് ട്രാക്കിങ്ങും നോക്കി. കഴിഞ്ഞ വീഡിയോയിൽ ഹ്യൂറിസ്റ്റിക് പ്രോബ്ലവും അതുപോലെ തന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡും നോക്കി. സോ 4 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എസ്സേക്ക് ചോദിക്കാനും ചാൻസ് ഉള്ളതാണ്. സോ ഓരോന്നും ഇൻ ഡീറ്റെയിൽ എസ്സേ മാതിരി പഠിക്കണം. നമ്മൾ ആലോചിക്കുമ്പോൾ സിമ്പിളാണ്, ബട്ട് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് PPT ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.